ഈ സുപ്രീം കോടതിയിൽ നിന്നും ഇന്നിറങ്ങിയ ഈ ഒരു ഇടക്കാല ഉത്തരവ് സ്വാഭാവികമായിട്ടും ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിയമത്തിൽ വരുന്ന വഖഫ് ഭേദഗതി നിയമത്തിൽ വരുന്ന പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അതോടൊപ്പം തന്നെ വഖഫ് നിയമത്തിന്റെ ഭാവി എന്താണ്? വഖഫ് നിയമത്തിന്റെ ഭാവി സംബന്ധിച്ച കേസ് സുപ്രീം കോടതിയുടെ ഈ കേസിലെ അവസാനത്തെ വിധി വന്നാലേ അറിയാൻ കഴിയൂ. കാരണം പ്രധാനപ്പെട്ട പെറ്റീഷൻ അതിൻ്റെ ഫൈനൽ ജഡ്ജ്മെന്റ് എന്ന് പറയും. അതിൻ്റെ അവസാന വിധി, അന്ത്യവിധി വന്നിട്ടില്ല. ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു ഇടക്കാല ഉത്തരവാണ്. എന്നിരുന്നാലും ഇടക്കാല ഉത്തരവ് മുന്നോട്ട് ഈ വിഷയത്തെ കോടതി എങ്ങനെ കാണുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചകമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിൽ വാദം കേട്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകും വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിൽ സുപ്രീം കോടതിയുടെ സ്റ്റാൻഡ് എന്തായിരിക്കും എന്ന ഒരു സൂചിക കൂടിയാണ്. അതായത് ഒന്നാമത്തെ ഇത് ചാലഞ്ച് ചെയ്തതിലെ പ്രധാനപ്പെട്ട വാദം മതസ്വാതന്ത്ര്യത്തിന് മുകളിലുള്ള കടന്നുകയറ്റമാണെന്നുള്ളതായിരുന്നു. അതായത് എല്ലാ മതത്തിലും പെട്ടവർക്ക് അവരുടെ രീതിയിലുള്ള ആരാധന നടത്താനും അത് സംബന്ധിച്ച കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാനും ഒക്കെയുള്ള അവകാശം ഭരണഘടനയിൽ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിങ്ങളുടെ ഒരു അവകാശത്തിൽ കടന്നു കയറുന്ന പോലുള്ള ഒരു നിയമനിർമ്മാണമാണ് എന്നുള്ളതായിരുന്നു പ്രധാന വാദം. ആ വാദത്തിൽ ആർട്ടിക്കിൾ 25 ഭരണഘടന വാഗ്ദാനം ചെയ്തിരിക്കുന്ന മതസ്വാതന്ത്ര്യമാണ് ഹർജിക്കാർ ഉന്നയിച്ചത്. അതിന് എതിർവാദമായിട്ട് സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞത് അത് മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എക്കണോമിക് പൊളിറ്റിക്കലൊക്കെ ആയിട്ടുള്ള ആക്ടിവിറ്റി, സെക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ഭരണഘടന തന്നെ അധികാരം നൽകുന്നുണ്ട് ഗവൺമെന്റിന്. അതുകൊണ്ട് ഈ വഖഫ് സംബന്ധിച്ചുള്ള നിയമം എന്ന് പറയുന്നത് മതസ്വാതന്ത്ര്യത്തിലുള്ള കടന്നുകയറ്റം ആകുന്നില്ല, സെക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റി. അതിൽ നടത്തിപ്പ്, അതിൻ്റെ വസ്തു സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾ, അതിലെന്തെങ്കിലും തർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ തീരുമാനം എടുക്കണം എന്നുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന വഖഫ് നിയമത്തിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് പറയുക, വഖഫ് ബോർഡ് അത് സർട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതല്ല എന്ന് പറയേണ്ട പുതിയ നിയമത്തിൽ ഇപ്പോഴത്തെ അമെൻമെന്റിൽ അത് ഇല്ലാതാക്കിയിരിക്കുകയാണ്. അപ്പൊ സുപ്രീം കോടതി വഖഫ് ബൈ യൂസർ ഇനി മുന്നോട്ടുള്ള കാലങ്ങളിൽ ഇനി രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ള നിർബന്ധമാണ്. വഖഫ് ബൈ യൂസർ ഇല്ല എന്ന് പറഞ്ഞതിനെ ശരിവച്ചിരിക്കുകയാണ് ഇടക്കാല വിധിയിൽ. അതായത് അതിൽ സ്റ്റേ ഒന്നുമില്ല. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന വഖഫ് ബൈ യൂസർ ഒരുപാട് പ്രോപ്പർട്ടികളുണ്ട്. അപ്പോൾ ദീർഘകാലമായിട്ട് ഉപയോഗത്തിലിരിക്കുന്ന പ്രോപ്പർട്ടികളാണ്. അതൊക്കെ കളക്ടർ പോയിട്ട് അല്ലെങ്കിൽ ഒരു ഡെസിഗ്നേറ്റഡ് ഓഫീസർ എന്ന് പറയും പുതിയ നിയമത്തിൽ, ഗവൺമെന്റ് നിയോഗിച്ച ഒരു ഉദ്യോഗസ്ഥൻ പോയിട്ട് ഇത് ഗവൺമെന്റ് ലാൻഡ് ആണ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥ സുപ്രീം കോടതി തടയിട്ടിരിക്കുകയാണ്. തടയിടുക എന്ന് പറഞ്ഞാൽ ഈ അന്വേഷണം നടത്തുന്ന ആളുകൾ തന്നെ അതിൽ വിധി കൂടി പറയുന്നത് സാമാന്യ നീതിക്ക് നിരക്കുന്നതല്ല. അത് നിയമത്തിലുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. അന്വേഷണം നടത്തേണ്ടത് ഒരു ഏജൻസി ആണെങ്കിൽ വിധി പറയേണ്ടത് നിഷ്പക്ഷമായിട്ട് രണ്ട് ഭാഗവും കേട്ടിട്ട്, അന്വേഷണം നടത്തിയ അവരും പിന്നെ ആർക്കെതിരെയാണോ നടത്തുന്നത് അവരുടെയും കൂടെ ഭാഗം കേട്ടിട്ട് മൂന്നാമതൊരു ഇമ്പാർഷ്യൽ അതോറിറ്റിയാണ് അതിൽ തീരുമാനം എടുക്കേണ്ടത്. ഇതിൽ നിയമത്തിൽ പറയുന്നത് ട്രൈബ്യൂണലിൽ പോവുക. അപ്പൊ ട്രൈബ്യൂണലിന്റെ വിധി വന്നിട്ട് ആ ട്രൈബ്യൂണല് കളക്ടർ തീരുമാനം ശരിവെക്കുകയും അത് വീണ്ടും ഹൈക്കോടതിയിൽ അപ്പീൽ വരും. അപ്പൊ ഹൈക്കോടതി കൂടി അത് ശരിവെച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇത് പ്രാബല്യത്തിൽ വരൂ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ താൽക്കാലികമായിട്ട് തീർച്ചയായിട്ടും ഹർജിക്കാർ ആവശ്യപ്പെട്ട പ്രധാന ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചു. രണ്ടാമത്തെ ഒരു കാര്യം, മുസ്ലിങ്ങളുടെ പ്രോപ്പർട്ടി നടത്തിക്കൊണ്ടു പോകുന്നതിന്, ഇതിപ്പോ വഖഫ് ആണെന്ന് പ്രഖ്യാപനം നടത്തി കിട്ടാൻ തന്നെ കുറെ കടമ്പകളുണ്ട്. അതിനുശേഷം അങ്ങനെ പ്രഖ്യാപിച്ച് കിട്ടിയിരിക്കുന്ന ഒരു ഭൂമിയിൽ അതിന്റെ നടത്തിപ്പ് സംബന്ധിച്ച വഖഫ് ബോർഡും അതിന്റെ കൗൺസിലും ഒക്കെ വരുമ്പോൾ അതിൽ അമുസ്ലിങ്ങൾ ഇത്ര പേരുണ്ടായിരിക്കണം. അത് പുതിയ നിയമം അനുസരിച്ചാണെങ്കിൽ കൂടുതൽ ആളുകൾ വരാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. അതിനും സുപ്രീം കോടതി ഒരു തടയിട്ടിരിക്കുകയാണ്. അപ്പം സ്റ്റേ ചെയ്തില്ല എന്ന് പറയുമ്പോഴും അതിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്, പക്ഷേ അത് സ്റ്റേറ്റ് വഖഫ് ബോർഡിലാണെങ്കിൽ 11 പേരിൽ 3 പേരിൽ കൂടാൻ പാടില്ല. അതേപോലെ തന്നെ സെൻട്രലാണെങ്കിൽ 20 പേരുള്ളതിൽ 4 പേരിൽ കൂടാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അമുസ്ലിങ്ങളുടെ എണ്ണം തീരെ കുറവായിരിക്കുകയാണ് സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം. അപ്പൊ ഇത് രണ്ടും സൂചിപ്പിക്കുന്നത് സുപ്രീം കോടതി ഹർജിക്കാർ ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ പ്രാഥമികമായിട്ടെങ്കിലും അംഗീകരിച്ചിരിക്കുകയാണ്. മുന്നോട്ട് വരുമ്പോഴും സർക്കാരിന് ഇതൊക്കെ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊണ്ട്, അതുപോലെ തന്നെ 5 വർഷം ഒരാള് മുസ്ലിമായിട്ട് മതം മാറുകയാണെങ്കിൽ പിന്നെ വഖഫ് ചെയ്യണമെങ്കിൽ 5 വർഷം കാത്തിരിക്കണമെന്നൊരു വ്യവസ്ഥ കൊണ്ടുവന്നിരുന്നു. അതും സ്റ്റേ ചെയ്തിരിക്കുകയാണ് സുപ്രീം കോടതി. അതിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന കാരണം അത് ആരാണ് അത് തീരുമാനിക്കേണ്ടത്, ഇദ്ദേഹം മുസ്ലിമായിട്ട് 5 വർഷം ആയോ എന്ന് അതിനൊരു മെക്കാനിസം ഇല്ല. അത് കൊണ്ടുവരുന്നിടം, സ്റ്റേറ്റ് അത് കൊണ്ടുവരുന്നിടം വരെ ഈ വ്യവസ്ഥ ഇപ്പൊ തടഞ്ഞിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെയും അത് സംബന്ധിച്ചും ഫൈനൽ ആയിട്ടുള്ള ജഡ്ജ്മെന്റ് വരുമ്പോൾ വീണ്ടും ഇതിന്റെ വാദപ്രതിവാദങ്ങൾ നടക്കും. അപ്പോൾ ഫൈനൽ ജഡ്ജ്മെന്റ് വരുമ്പോൾ വീണ്ടും ഇത് ഭരണഘടനാ സാധുതയുള്ളതാണോ? കാരണം
ഈവൻ നമുക്ക് നോക്കിയാൽ പല സംസ്ഥാനങ്ങളിൽ ഈ മതം മാറ്റ നിരോധന നിയമമുണ്ട്. മതം മാറ്റം സ്വമേധയാ ചെയ്തിരിക്കണം, അതല്ലാതെ വോളണ്ടറി ആയിട്ടല്ലാതെ കൊയർഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രോഡ് കാണിച്ച് മതം മാറ്റം നടത്തുവാണെങ്കിൽ അത് ക്രിമിനൽ ഒഫൻസ് ആയിട്ട് പല സ്റ്റേറ്റുകളും നിയമം പാസ്സാക്കി കഴിഞ്ഞു. അവിടെ പോലും ഞാൻ നാളെ മതം മാറിക്കഴിഞ്ഞാൽ എനിക്ക് അവകാശം കിട്ടണമെങ്കിൽ കുറച്ചുനാൾ വെയിറ്റ് ചെയ്യണം എന്നൊരു വ്യവസ്ഥയില്ല. നാളെ മുസ്ലിം ആവുകയാണ്, അല്ലെങ്കിൽ ഞാൻ ക്രിസ്തു മതത്തിലേക്ക് മാറുകയാണ്, ഏതെങ്കിലും മതത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ ആ മതത്തിന്റെ മുഴുവൻ അവകാശങ്ങളും കിട്ടുകയാണ്. അപ്പൊ മതത്തിൽ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും എനിക്ക് 5 വർഷം വെയിറ്റ് ചെയ്യണം എന്നുള്ള വ്യവസ്ഥ ഭരണഘടനാ വിരുദ്ധമാണെന്നുള്ള വാദം പിന്നെ ഇനിയും വാദിക്കാം. കാരണം അത് ഫൈനൽ ആയിട്ടുള്ള ജഡ്ജ്മെന്റ് വന്നിട്ടില്ല. പ്രഥമ ദൃഷ്ട്യാ സുപ്രീം കോടതി പറയുന്നത് ഇപ്പോഴേതാണേലും ഇപ്പൊ ഒരു മെക്കാനിസം പോലും ഇല്ല, അതുകൊണ്ട് സ്റ്റേ ചെയ്യുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ ഹർജിക്കാരായി വന്നവരുടെ എല്ലാ പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങളും കോടതി അംഗീകരിച്ചു.